ലോകത്ത് എവിടെയൊക്കെ മലയാളീസ് ഉണ്ടോ ആ മലയാളീസിൻ്റെ ഒക്കെ ഭക്ഷണത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് പപ്പടം എന്നുള്ളത്. പക്ഷെ ആ പപ്പടത്തിൽ നമ്മളൊരു പ്രധാനമായിട്ടുള്ള ഒരു ബ്രാൻഡ് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല ഒരു പക്ഷേ മറ്റു ഫുഡ് പ്രൊഡക്റ്റുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഹെവി ബ്രാൻഡുകൾ നമുക്ക് കാണാൻ കഴിയും. അത് മസാല പൗഡറുകൾ, അരിപ്പൊടികൾ, അല്ലെങ്കിൽ ആട്ടപ്പൊടികൾ, ചപ്പാത്തികൾ, അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് ഫുഡ് പ്രൊഡക്റ്റുകൾ ഹെവി ബ്രാൻഡിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ബ്രാൻഡുകൾ നമ്മൾക്ക് മാർക്കറ്റിൽ കാണാൻ കഴിയും. പക്ഷെ ആ കൂട്ടത്തിൽ നമ്മൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടെന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ എല്ലാവർക്കും പ്രിയപ്പെട്ടതായിട്ടുള്ള ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡ് എന്ന് പറയുന്ന രീതിയിൽ ഒരു പപ്പടത്തിൻ്റെ ഒരു ബ്രാൻഡ് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. പപ്പടത്തിനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബ്രാൻഡുകളുണ്ട്. അത് ലോക്കൽ ബ്രാൻഡുകളായിട്ടാവും നമ്മൾ കണ്ടിട്ടുണ്ടാവുക. പല പേരിലും പല കുടിൽ വ്യവസായങ്ങളും കൂടി പല കമ്പനിയിൽ പ്ലാന്റായിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ പോലും മൊത്തമായിട്ട് നല്ല വൈഡായിട്ടുള്ള രീതിയിൽ നല്ല ബ്രാൻഡ് ചെയ്തിട്ടുള്ള ഒരു ലിസ്റ്റ് ചെയ്ത് നല്ലൊരു ബ്രാൻഡ് നെയിമിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പപ്പട കമ്പനി യൂണിറ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ പപ്പടം നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഒരു മേഖലയിലേക്ക് നമ്മൾക്കൊരു സൂപ്പർ ബ്രാൻഡായിട്ട് നമ്മൾക്കൊരു പപ്പട കമ്പനി ഉണ്ടാക്കാൻ കഴിഞ്ഞാലോ അത് മാർക്കറ്റിൽ വലിയൊരു വിപ്ലവം സൃഷ്ടിക്കാൻ സാധ്യതയുള്ള ഒന്നാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഏതൊരു ഫുഡ് പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാലും അതിലൊക്കെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഹെവി ബ്രാൻഡുകൾ നമ്മൾക്ക് കാണാൻ കഴിയും. പക്ഷേ പപ്പടത്തിൻ്റെ കാര്യത്തിൽ മാത്രം നമ്മൾക്ക് അങ്ങനെ ഒരു യൂണിക് ബ്രാൻഡ് നമുക്ക് കാണാൻ കഴിയില്ല. എന്നാൽ ഒരുപാട് ബ്രാൻഡുകളുണ്ട്, ലോക്കൽ ബ്രാൻഡുകളൊക്കെ ഒരുപാട് ബ്രാൻഡുകളുണ്ട്. പക്ഷെ പപ്പടം നല്ലൊരു ബ്രാൻഡ്, നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു ബ്രാൻഡ് നമ്മൾക്ക് കാണാൻ കഴിയില്ല പപ്പടത്തിൻ്റെ കാര്യത്തിൽ. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഒരു പപ്പട ബ്രാൻഡ് ഉണ്ടാക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയൊരു ഹൈപ്പിലേക്ക് നിങ്ങളെ ബ്രാൻഡിനെ എത്തിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു പപ്പട ബിസിനസ്സിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ദിസ് ഇസ് ഇക്ബാൽ. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. നമ്മൾ പപ്പടത്തിനെ കുറിച്ച് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ആദ്യകാലത്തൊക്കെ പപ്പടം ഉണ്ടാക്കിയിരുന്നത് കൈ കൊണ്ടാണ്, അല്ലേ? നമ്മൾ മാനുവലാണ് നമ്മൾ പപ്പടങ്ങളൊക്കെ ആദ്യകാലത്ത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അത് വീട്ടിലുണ്ടാക്കിയിരുന്നവരുണ്ട്, അല്ലെങ്കിൽ ചെറിയ ചെറിയ റൂമുകൾ എടുത്തിട്ടുണ്ടാക്കിയിരുന്നവരുണ്ട്. അത് ഉണക്കിയിരുന്നത് വെയിലത്തൊക്കെ വെച്ചിട്ട് ഉണക്കിയെടുത്തുനിന്ന് കൈ കൊണ്ടുണ്ടാക്കി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തിട്ടുള്ള ഒരു രീതിയിലാണ് പപ്പട കമ്പനികളൊക്കെ നമ്മൾ പണ്ട് കാലത്ത് കണ്ടിട്ടുള്ളത്. പക്ഷെ അവിടെ നിന്ന് മാറി ഇന്ന് അത് പല രീതിയിലുള്ള മെഷീനുകളും പപ്പടം ഉണ്ടാക്കാനായിട്ടുള്ള മെഷീനുകളും നമ്മളൊന്ന് കാണുന്നുണ്ട്. അത് മാനുവൽ ഉണ്ട്, അതേപോലെ തന്നെ സെമി ഓട്ടോമാറ്റിക് ഉണ്ട്, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനുകളൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെന്ന്. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും നല്ലൊരു യൂണിക് ബ്രാൻഡ്, നല്ലൊരു ഹെവി ബ്രാൻഡ്, എല്ലാവരും അറിയുന്ന ഒരു ബ്രാൻഡ്, എല്ലാവർക്കും പ്രിയപ്പെട്ടതായിട്ടുള്ള ഒരു ബ്രാൻഡ് നമ്മളിപ്പോൾ ഇന്ന് സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ കടകളിലോ ചെറിയ കടകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇന്ന ബ്രാൻഡിൽ ഒരു പപ്പടം വേണം എന്ന് പറഞ്ഞെടുക്കാൻ കഴിയുന്ന ഒരു ബ്രാൻഡ് പപ്പടം നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷെ എന്നാൽ ഒരുപാട് പേരിലുള്ള പപ്പടങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ അതിൽ തന്നെ നല്ല പപ്പടങ്ങളുണ്ട്, മോശം പപ്പടങ്ങളുണ്ട്. പല രീതിയിലും പല മേക്കിംഗ് സ്റ്റൈലിലും ഉണ്ടാക്കി വരുന്ന പപ്പടങ്ങളായതുകൊണ്ട് പല രീതിയിലാണ് അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളത്. പക്ഷെ ആ ഒരു മേഖലയിലേക്ക് നമ്മൾക്കൊരു സൂപ്പർ ബ്രാൻഡായിട്ട് നമ്മൾക്കൊരു പപ്പടം ലിസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ നമ്മൾക്ക് ഇന്ന് മാർക്കറ്റിൽ വിജയിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ നോർമലി അതിനെക്കുറിച്ച് നമുക്കതിൽ വേണ്ടതെന്ന് പറഞ്ഞാൽ ഇന്ന് പപ്പടം ഉണ്ടാക്കുന്നത്, ഇത് ഞാൻ പപ്പടത്തിൻ്റെ ഫുൾ പ്രോസസ്സിങ് സംഭവങ്ങളെ കുറിച്ചിട്ടല്ല പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ കണ്ടെത്തി അതിനെക്കുറിച്ച് പഠിച്ചെടുത്ത് ചെയ്യേണ്ടതാണ്. കാരണം ഈ ഒരു പപ്പടം ഞാൻ ഒരു ഐഡിയ ആണെന്ന് ഷെയർ ചെയ്യുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ പപ്പടത്തിൽ നല്ലൊരു ബ്രാൻഡ് ഇല്ല എന്നുള്ളത് സത്യമാണ്. എന്നാൽ ഒരുപാട് ബ്രാൻഡുകളുണ്ട്, ചവറ് പോലെ ബ്രാൻഡുകളൊക്കെ ഉണ്ട്. പക്ഷെ നല്ലൊരു ബ്രാൻഡ് പറയാൻ പാകത്തിലുള്ള നമുക്ക് ആരോടും എടുത്ത് പറയാവുന്ന രീതിയിലുള്ള ഒരു പപ്പടത്തിൻ്റെ ബ്രാൻഡൊന്നും ഇന്ന് മാർക്കറ്റിലില്ല. പക്ഷെ നമ്മൾക്കൊരു യൂണിറ്റ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അത് സെമി ഓട്ടോമാറ്റിക് മെഷീൻ വെച്ചിട്ടാവാം, അല്ലെങ്കിൽ ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീൻ വെച്ചിട്ടാവാം. അപ്പോൾ ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും അത് നമ്മുടേതായിട്ടുള്ള ഒരു ബഡ്ജറ്റ് അനുസരിച്ചിട്ട്, നമ്മൾക്ക് നമ്മുടെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി അനുസരിച്ചിട്ട് നമുക്ക് നല്ലൊരു മെഷീനൊക്കെ ഇറക്കിയിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളി ഓട്ടോമാറ്റിക്കോ അല്ലെങ്കിൽ സെമി ഓട്ടോമാറ്റിക്കോ ലേബേഴ്സിനെ കുറച്ചുകൊണ്ട് നമുക്ക് ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനൊക്കെ വാങ്ങി നമുക്കൊരു പപ്പട യൂണിറ്റ് പപ്പട യൂണിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാർക്കറ്റിൽ വലിയൊരു വിജയം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അപ്പോൾ ഇത് നോർമലി ഇതിനാവശ്യമായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഉഴുന്നുമാവ്, അതേപോലെ തന്നെ അരിപ്പൊടി, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇതിന്. ജീരകം, കരിഞ്ജീരകം, ഇതുപോലുള്ള സംഭവങ്ങളൊക്കെയാണ് ഇതിന് ആവശ്യമായിട്ട് വരുന്നത്. പക്ഷേ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കറിയാം, പപ്പടത്തിൽ ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. പക്ഷേ ഇതൊരു ബ്രാൻഡായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുമോ?
എങ്കിലും നിങ്ങൾ രക്ഷപ്പെടും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അപ്പോൾ ഇത് പപ്പടം ഉണ്ടാക്കാനായിട്ട് നമ്മൾക്ക് ആവശ്യമായിട്ട് വരുന്നത് ഒരു മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇന്ത്യ മാർട്ട് പോലെയുള്ള സൈറ്റുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പപ്പടം ഉണ്ടാക്കുന്ന ഓട്ടോമാറ്റിക് മേക്കിംഗ് മെഷീനുകളെ കുറിച്ചിട്ട് നമുക്ക് കാണാൻ കഴിയും. 1 ലക്ഷം രൂപ മുതലൊക്കെ നമ്മൾക്ക് 1 ലക്ഷം, 1.5 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം, 10 ലക്ഷം, 5 ലക്ഷം രൂപ വരുന്ന മെഷീൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ മെഷീൻസ് നമുക്ക് ഇറക്കിയിട്ട് ചെറിയ രീതിയിലുള്ള യൂണിറ്റുകൾ, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൈ കൊണ്ട് തന്നെ ഉണ്ടാക്കി കഴിഞ്ഞാലും ശരി. പക്ഷെ കൈ കൊണ്ട് ഉണ്ടാക്കുന്നതിനേക്കാൾ ബെറ്റർ നമുക്ക് ഇതുപോലുള്ള ചെറിയ ചെറിയ മെഷീനുകൾ ഇറക്കിയിട്ട് കുറച്ചുകൂടി പ്രൊഡക്ഷൻ കൂടുതലാക്കി ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ബിസിനസ് മൂവ് ചെയ്യാൻ കഴിയും. നമുക്കറിയാം പപ്പടം എന്നുള്ള സംഭവം നമുക്ക് മലയാളീസിനെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഭക്ഷണ പദാർത്ഥമാണ്. നമ്മളെല്ലാവരും ഭക്ഷണത്തിന് കൂടെ ഉൾപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് പപ്പടം എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ്. പക്ഷെ നല്ല പപ്പടം കിട്ടുക എന്നുള്ളത് പ്രധാന വിഷയമാണ്. അപ്പോൾ ആ ഒരു നല്ല ക്വാളിറ്റിയുള്ള ഒരു പപ്പടത്തിന് മാർക്കറ്റിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാൻ കഴിയും. അത് എത്തിക്കണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ വേണം? സാധാരണയായിട്ട് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത് ചെറിയൊരു റൂം സെറ്റപ്പ് ആവശ്യമാണ്. അത് നമ്മുടെ വീടിനോട് ചേർന്നിട്ട് സെറ്റ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ വലിയ ഏരിയയിൽ നമ്മൾക്ക് നല്ലൊരു റൂം സ്പേസ് സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം. വീട്ടിൽ തന്നെ ചെയ്യാൻ കഴിയും എന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും സെറ്റ് ചെയ്യാൻ കഴിയും. അവിടെ നമ്മൾക്ക് ചെറിയ രീതിയിൽ ഒരു സെമി ഓട്ടോമാറ്റിക്കോ അല്ലെങ്കിൽ ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മെഷീനുകളൊക്കെ ഇറക്കി കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ബിസിനസ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. നമുക്ക് ലേബേഴ്സിനെ കുറക്കാൻ കഴിയും, അല്ലെങ്കിൽ ലേബേഴ്സിനെ കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾക്ക് നല്ല രീതിയിൽ ഈ പപ്പടത്തിനെ മേക്ക് ചെയ്യാൻ കഴിയും. പക്ഷേ ഈ ഒരു സംഭവത്തിൽ നല്ല പാക്കിങ്ങോട് കൂടിയിട്ട്, നല്ല സ്റ്റൈലിഷ് പാക്കിങ്ങോട് കൂടിയിട്ട്, നല്ല അട്രാക്ഷൻ ചെയ്യുന്ന പാക്കിങ്ങോട് കൂടിയിട്ട്, ഇപ്പം നമുക്കറിയാം സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു ഐറ്റംസിൻ്റെ തന്നെ പല പ്രൊഡക്റ്റുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ പ്രൊഡക്റ്റുകളൊക്കെ ആളുകൾ ഓട്ടോമാറ്റിക്കായിട്ട് എടുക്കുന്ന നമുക്കറിയാം. ഇപ്പോൾ ഒരു മുളക് പൊടി എടുക്കാൻ പോയി കഴിഞ്ഞാൽ മുളക് പൊടിയുടെ ഒരു പാക്കറ്റ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ഫസ്റ്റ് ചൂസ് ചെയ്യുന്നത് നമുക്ക് കണ്ടിട്ടുണ്ടാകും ഈസ്റ്റേൺ കറി പൗഡർ, അല്ലെങ്കിൽ സ്വാമീസ് എന്നൊക്കെ പറഞ്ഞിട്ട് പല ബ്രാൻഡുകൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അങ്ങനത്തെ ബ്രാൻഡ് എടുക്കുന്നത് പോലെ ഫസ്റ്റ് നമ്മുടെ കൈ ഏതിൽക്കാണോ പോകുന്നത്, മറ്റു പ്രൊഡക്റ്റിൻ്റെ യൂണിക് ബ്രാൻഡുകളിലേക്കൊക്കെ നമ്മുടെ കൈ പോകുന്നത് പോലെ തന്നെ പപ്പടത്തിനും നമ്മൾ ഒരാൾ പപ്പടം വാങ്ങണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ചൂസ് ചെയ്യുക, ഫസ്റ്റ് എടുക്കാൻ തോന്നുന്ന ഒരു ബ്രാൻഡ് നെയിമായിട്ട് നമ്മൾക്ക് ഉയരാൻ കഴിയണം. അതിന് നല്ല രീതിയിലുള്ള പാക്കിംഗ് സിസ്റ്റം കൊണ്ടുവരണം. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു മിക്സിങ്, പപ്പടത്തിൻ്റെ ഒരു മിക്സിങ് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മിക്സിങ്ങിലാണ് പപ്പടത്തിൻ്റെ പ്രധാനപ്പെട്ട ടേസ്റ്റ് കിടക്കുന്നത്. പക്ഷേ ആ ഒരു ടേസ്റ്റ് വരാത്തോടത്താണ് പപ്പടത്തിൻ്റെ പരാജയം എന്നുള്ളത്. അപ്പം നല്ലൊരു ടേസ്റ്റ് മേക്കർ, അല്ലെങ്കിൽ നല്ലൊരു രീതിയിൽ മിക്സ് ചെയ്യാൻ പപ്പടത്തിൻ്റെ കൂട്ടുകൾ മിക്സ് ചെയ്യാൻ കഴിയുന്ന ഒരു മേക്കർ നമ്മൾക്ക് ഇപ്പോൾ അന്ന് പണ്ട് മാനുവലാണെന്നുണ്ടെങ്കിൽ ഇന്നത് എല്ലാത്തിൻ്റെയും അളവ് അനുസരിച്ചിട്ട് മെഷീനിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അത് മെഷീൻ തന്നെ നമുക്കത് മിക്സ് ചെയ്ത് തരും. അതിനെ നമ്മൾ അതിൻ്റെ അച്ചിൽ ഡെയിലിട്ടിട്ട് നമ്മൾ പപ്പടമാക്കി എടുക്കുന്നു, ഡ്രയറിലിട്ടിട്ട് നമ്മൾ അതിനെ ഡ്രൈ ചെയ്തെടുക്കുന്നു. വെയിലിന് പകരം നമ്മൾ ഡ്രയർ മെഷീനുകൾ ഉപയോഗിച്ച് പറയാലോ, നമുക്ക് ഒരുപാട് ഡ്രയർ മെഷീനുകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഡ്രയർ മെഷീനിൽ തന്നെ ഇട്ടിട്ട് നമ്മൾക്ക് നല്ല രീതിയിൽ അതിനെ ഡ്രൈ ചെയ്തെടുക്കാൻ കഴിയും. ഇങ്ങനെ നല്ല രീതിയിൽ എടുത്തു കഴിഞ്ഞ ശേഷം നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള പാക്കിങ്, നല്ല അട്രാക്ഷൻ തോന്നുന്ന, നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന നല്ല രീതിയിലുള്ള പാക്കിങ്ങോട് കൂടിയിട്ട് നിങ്ങൾക്ക് പപ്പടത്തിനെ നിങ്ങളുടെ മാർക്കറ്റിൽ ഇറക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ വിജയം കൈവരിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പിന്നെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾക്കിത് വിൽക്കാനുള്ള ഇടങ്ങളാണ്. നമുക്കറിയാം എവിടെ കൊണ്ടു കൊടുത്താലും പപ്പടം എടുക്കും. കാരണം ഇനിയിപ്പോൾ നിങ്ങൾക്കത് ബൾക്ക് ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് പപ്പടത്തിന് സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, അതുപോലെ ബേക്കറികൾ, അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റുകൾ, ഇതുപോലുള്ള ഹോൾസെയിൽ ഡീലേഴ്സിനൊക്കെ സമീപിച്ച് കഴിഞ്ഞാലൊക്കെ നിങ്ങൾക്ക് ബൾക്ക് ക്വാണ്ടിറ്റി സെല്ല് ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ ചെറിയ ചെറിയ റീറ്റെയിൽ ഷോപ്പുകളിൽ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയും. അതേപോലെ തന്നെ നിങ്ങൾക്ക് പപ്പടം എക്സ്പോർട്ട് ചെയ്യാൻ കഴിയും. കാരണം നമ്മൾക്ക് ഒരുപാട് മലയാളികൾ, ഒരുപാട് ആളുകൾ വിദേശത്തുണ്ട്. അത് പ്രവാസികളായിട്ട് ഗൾഫിലും അറബി കൺട്രീസുകളിലുണ്ട്, UK, US, അതുപോലെ തന്നെ ഒരുപാട് പുറം രാജ്യങ്ങളിലും മലയാളിസ് ഇങ്ങനെ പരന്നു കിടക്കുകയാണ്. എല്ലാവർക്കും പപ്പടം ആവശ്യമാണ്. നിങ്ങളുടെ പപ്പടത്തിൻ്റെ ക്വാളിറ്റി എത്രത്തോളം മികച്ചതാണോ ആ പപ്പടത്തിന് നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ 100% വിജയം നിങ്ങളെ കൂടെ തന്നെയാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള ഒരു ബ്രാൻഡ് നെയിമിൽ നിങ്ങൾക്ക് പപ്പടം മേക്ക് ചെയ്ത് എടുക്കാൻ കഴിയുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിജയം ഉറപ്പിച്ചോ. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് പപ്പട യൂണിറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പുതിയതായിട്ടൊരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പപ്പടത്തിൻ്റെ ഒരു കമ്പനീനെ കുറിച്ചിട്ടൊന്ന് ചിന്തിക്കാവുന്നതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ
അത് എപ്പോഴും ആളുകൾക്കിടയിൽ ഒരു ഡിമാൻഡുള്ള സംഭവമാണ് പപ്പടം എന്നുള്ളത്. അപ്പോൾ അതിനെ നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് അതിനെ പ്ലാൻ ചെയ്യാം. അത് തീരെ ബഡ്ജറ്റ് കുറവിലാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ വേണമെങ്കിൽ നമുക്ക് മാനുവലി സെറ്റ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ബഡ്ജറ്റ് സെറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ സെമി ഓട്ടോമാറ്റിക് രീതിയിൽ ബഡ്ജറ്റ് ഒരു പ്ലാന്റ് സെറ്റ് ചെയ്യാം. അതല്ല നല്ല രീതിയിൽ ഒരു പ്രൊഫഷണലി നമുക്ക് ഒരു പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ബഡ്ജറ്റ് ഇറക്കി നല്ല കുറച്ചും കൂടി ഫണ്ട് ഇറക്കി നമുക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നല്ലൊരു യൂണിറ്റ് ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീൻ വെച്ചുകൊണ്ടുള്ള നല്ല യൂണിറ്റ് ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ട് പാക്കിംഗ് സിസ്റ്റം പോലും മെഷീൻ ആക്കിക്കൊണ്ടുള്ള ഒരു യൂണിറ്റ് സെറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേൾഡ് വൈഡ് അറിയപ്പെടുന്ന ഒരു പപ്പട നിർമ്മാണ യൂണിറ്റ് ആയിട്ടും അല്ലെങ്കിൽ വേൾഡ് വൈഡ് അറിയപ്പെടുന്ന ഒരു പപ്പടത്തിൻ്റെ ബ്രാൻഡ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പുതിയതായിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും, ഇതിനെക്കുറിച്ചൊന്ന് പഠിച്ചു നോക്കും. ചെയ്യുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ 1-2 പപ്പട യൂണിറ്റുകളും പപ്പട പ്ലാന്റുകളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് അതിൻ്റെ എക്സ്പീരിയൻസ് അവരുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് അവർ കൂടുതൽ പഠിച്ച് സ്റ്റഡി ചെയ്ത് മാർക്കറ്റൊക്കെ ഒന്ന് സ്റ്റഡി ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു പുതിയ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒരു പപ്പടം ബിസിനസ്സിൻ്റെ ഒരു ഹെവി ബ്രാൻഡ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയും, മാർക്കറ്റിൽ വിപണിയിൽ ഇറക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് പുതിയ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയോട് ഉദ്ദേശിച്ചത് എങ്ങനെ പപ്പടം ഉണ്ടാക്കുന്നു, എങ്ങനെ പപ്പടം ചെയ്യുന്നതിനെ കുറിച്ചിട്ടല്ല. പപ്പടം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പപ്പടം നല്ല രീതിയിൽ എല്ലാവർക്കും ആവശ്യമുള്ള സാധനമാണ്. പക്ഷെ നല്ല രീതിയിൽ അതിനെ ടേസ്റ്റിൽ ഇറക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ വിജയിക്കാവുന്ന ഒരു സംഭവം കൂടി കാണും. പക്ഷെ ആ ഒരു സംഭവത്തിന് ഈ ഒരു ഐഡിയനെ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വെച്ചെന്നുള്ളൂ. അത് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. എന്ന് വെച്ചാൽ പപ്പടം ബിസിനസ് തുടങ്ങി ട്രൈ ചെയ്യാനല്ല, അതിനെക്കുറിച്ചൊന്ന് സ്റ്റഡി ചെയ്തിട്ട് അത് നിങ്ങൾക്ക് ബെസ്റ്റ് എന്ന് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനൊന്ന് പ്രാക്ടിക്കലി വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ.